ബുള്ളറ്റ് ഹെഡറുകൾ, വെടിച്ചിൽ ഷോട്ടുകൾ, നിരനിരയായി മുന്നേറ്റങ്ങൾ. ആ 10 പേരെയും കടന്ന് ഗോൾ വരയ്ക്ക് തൊട്ടടുത്ത് വരെ എത്തി യൂറോപ്യൻ ചാമ്പ്യന്മാരെന്ന പകിട്ടോടെ വിശ്വവേദിയിലെത്തിയ ലൂയിസ് ഫുയന്റെയുടെ സൈന്യം. അത്രമാത്രം, അതിനപ്പുറത്തേക്ക് കടന്നില്ല. തന്നെ മറികടന്ന് പന്ത് ഗോൾ വര കുലിക്കില്ലെന്ന് ഒരു 40-കാരൻ കട്ടായം പറഞ്ഞു. ജീവൻ കൊടുത്തും പോരാടുമെന്ന പ്രഖ്യാപനം. അവിടെ യൂറോപ്പിനെ ഇടക്കി വിരിച്ച സ്വപ്ന സംഘത്തിന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. 40-ാം വയസ്സിൽ ലോകകപ്പ് അരങ്ങേറ്റം കുറിക്കുന്ന ഒരു മനുഷ്യന്റെ അസാമാന്യ പോരാട്ടം. ഒരു ചങ്കുറപ്പിന്റെ പേര് കൂടിയാകുന്നു ഒസിന്യ. ആദ്യമായി ലോകകപ്പിനെത്തുന്ന പകപ്പൊന്നുമില്ലാതെ കളത്തിലിറങ്ങി സ്പെയിനെയും ഫുട്ബോൾ ലോകത്തെയും ഒന്നാകെ കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യം ഞെട്ടിക്കുന്നത് ഒസിന്യ എന്ന അവരുടെ ഗോൾ കീപ്പറുടെ ബലത്തിലാണ്. അയാളുടെ അസാമാന്യ പ്രകടനത്തിൽ കേപ്പ് വെർദെ സ്വന്തമാക്കിയത് ജയത്തോളം പോകുന്ന സമനിലയാണ്. സ്പാനിഷ് സംഘത്തെ അവർ ഒന്നാകെ പിടിച്ചുകെട്ടി. ലോകകപ്പിൽ അരങ്ങേറുന്ന 2ാമത്തെ പ്രായം കൂടിയ താരമെന്ന നേട്ടം സ്വന്തമാക്കിയാണ് ഒസിന്യ മത്സരം ആരംഭിച്ചത്. സ്പെയിൻ താരങ്ങളായ ഫെറാൻ ടോറസിന്റെയും മിക്കേൽ വെർബർസാലിന്റെയും അടക്കം ഗോളം നിറച്ച 7ഓളം ഷോട്ടുകളാണ് ഒസിന്യ തടുത്തിട്ടത്. കടുപ്പമേറിയ കേപ്പ് വെർദെ പ്രതിരോധത്തെ മറികടന്നാലും സ്പെയിന് മുന്നിൽ ഒസിന്യ മതില് പോലെ നിന്നു. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്ക ലാപ്പോർട്ടയുടെ ഗോളം നിറച്ച ഷോട്ട് ഒസിന്യ രക്ഷപ്പെടുത്തിയത് അത്ഭുതത്തോടെയാണ് ഫുട്ബോൾ ലോകം കണ്ടുനിന്നത്. 2ാം പകുതിയുടെ അവസാനം സൂപ്പർ താരം യമീൻ ലമാലിനെയും നിക്കോ വില്യംസിനെയും കളത്തിലിറക്കിയെങ്കിലും ആ 40-കാരനെ മറികടക്കാനായില്ല. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ക്ലീൻ ഷീറ്റ്. കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ജീവിതത്തിൽ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന് പറഞ്ഞ് മത്സരശേഷം ഒസിന്യ കണ്ണീരണിഞ്ഞു. പതാകയുമേന്തി മൈതാനത്ത് നടന്നു. ആരാധകരെ അഭിവാദ്യം ചെയ്തു. ഇതാ ഈ 40-കാരൻ ആ രാജ്യത്തിന്റെ ഹീറോയാകുന്നു. യൊസിമാർ ഹൊസെ എവോറോ ഡിയാസ് എന്നാണ് ഒസിന്യയുടെ മുഴുവൻ പേര്. കേപ്പ് വെർദെയിലെ മിൻഡേലോയിൽ ജനിച്ച താരം 2012-ലാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത്. ദേശീയ ടീമിനായി 90-ൽ കുറവ് മത്സരങ്ങൾ കളിച്ച പരിചയസമ്പത്ത് മാത്രമാണ് ഈ 40-കാരനുള്ളത്. 2007-ൽ കേപ്പ് വെർദെയിലെ ബഡുക് എഫ്സിയിലൂടെയാണ് ഒസിന്യ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. തുടർന്ന് അങ്കോള, മോൾഡോവ, പോർച്ചുഗൽ, സൈപ്രസ്, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ ക്ലബ്ബുകൾക്കായി പന്ത് തട്ടി. നിലവിൽ പോർച്ചുഗലിലെ 2ാം ഡിവിഷൻ ക്ലബ്ബായ ഷാവേസിനു വേണ്ടിയാണ് കളിക്കുന്നത്. എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പമാണ് ഞാൻ വളർന്നത്. സങ്കടകരമെന്ന് പറയട്ടെ, അവർ ഇന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അവർ എനിക്ക് എല്ലാമായിരുന്നു, എൻ്റെ ജീവിതത്തിലെ എല്ലാം. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. കളിയിലെ താരമായതിനു പിന്നാലെ ഒസിന്യ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കും വിസ പ്രശ്നങ്ങൾ കാരണം ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. വിസയ്ക്ക് നൽകേണ്ട പണം കാരണം ഞങ്ങൾ സമയത്തിന് കാര്യങ്ങൾ പൂർത്തിയാക്കിയില്ല. അവർ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഒസിന്യ കൂട്ടിച്ചേർത്തു. ലോകകപ്പിലെ പ്രകടനത്തിന് പിന്നാലെ ഒസിന്യയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൽ കുതിക്കുകയാണ്. മത്സരത്തിന് മുൻപ് വെറും 50,000 ഫോളോവേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 50 ലക്ഷം കവിഞ്ഞു. 25 വയസ്സുള്ളപ്പോഴാണ് താരം പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാനെത്തുന്നത്. ഒരു ഘട്ടത്തിൽ ദേശീയ ടീം വിട്ടാലോ എന്ന് വരെ ചിന്തിച്ചിരുന്നു. പക്ഷേ ലോകകപ്പ് സ്വപ്നം കാരണമാണ് ടീമിൽ തുടർന്നിരുന്നത്. ഇന്ന് ലോകകപ്പിൽ രാജ്യത്തിന് സ്വപ്ന സമാനമായ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തളരാതെ പോരാടാൻ ഒസിന്യയുണ്ട്. അതിനാൽ കേപ്പ് വെർദെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. ഇനിയും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫുട്ബോൾ ലോകം.